ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ തമര പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. ഇതാ കണ്ടില്ലേ, ഒരുപാട് തമരയുണ്ട്. ഇത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടവരുണ്ടാവും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ തമര വീട്ടിൽ വെക്കാറുണ്ട്. ഇതിൻ്റെ ഈ തളിരില കണ്ടില്ലേ, ഈ തളിരിലയാണ് കേട്ടോ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് അച്ഛൻ പറിക്കുന്നുണ്ട് കുറച്ച്, ഇപ്പുറം ഭാഗത്തുനിന്ന് ഞാനും പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തളിരില നോക്കിയിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മളെ വീട്ടിലേക്കും കുറച്ച് അപ്പുറത്തെ വീട്ടിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് പറിച്ചെടുക്കുന്നുണ്ട്. ഇലകളിൽ ഏറ്റവും ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ഇലയാണ് കേട്ടോ ഇത്, ഈ തമര ഇല എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മൾ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ സാധാരണ രീതിയിൽ തമര മാത്രമാണ് വറവാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടും കുറച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞ് തമര മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തമര ഒരു 2 കെട്ട് തമര ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. 2 കെട്ട് തമര ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ വർഷം മല്ലിക കൃഷി ചെയ്തിരുന്നു. അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ മല്ലിക വിത്തിട്ടിട്ട് ഇപ്പോൾ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് അതിൽ പൂവുണ്ടാകുമ്പോൾ പിന്നെ 10 മണിപ്പൂവും 4 മണിപ്പൂവും അതൊക്കെ കുറച്ചുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ തെങ്ങിനൊക്കെ പണിയെടുക്കുമ്പോൾ എല്ലാം പോയി, മൊത്തം പോയിട്ടാ. നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ വേണ്ടിയിട്ട്, നോക്കിയാൽ. ഇതിൻ്റെ പല കളറിലുണ്ടായിരുന്നു. ഈ പിങ്കും യെല്ലോ കളറും അല്ലാണ്ട് വേറെ ഒരു 2 കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി. ഇപ്പോൾ ഈ 2 കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. നമ്മുടെ പറമ്പിൽ തന്നെ വേറൊരു കായും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചെറി മരത്തിൻ്റെ ചോട്ടിലേക്ക് നമുക്കൊന്ന് പോവാം കേട്ടോ. ഇതുണ്ടോ, വലിയ മരം. നമ്മുടെ സാധാരണ ചെറിയല്ല ഇത്, നമ്മുടെ ആപ്പിൾ ചെറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സംഭവം. കണ്ടോ, ഇത് നല്ല റെഡ് കളറിലാവും കേട്ടോ. നല്ല റെഡ് കളറിലാവും, പക്ഷേ നല്ല പുളിയാണ്. ഒരു ഇത്തിരി മധുരം പോലും ഇല്ല. പൊളിച്ചിട്ട് വായിലേക്ക്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പഴുത്ത നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് അച്ചാറിടാം, ഉപ്പിലിട്ടിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ട, ഒരു റെഡ് കളറിലൊന്നും എനിക്ക് കിട്ടിയിരുന്നേ. ഞാൻ കടിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇത് പഴുത്താലും നല്ല പുളി തന്നെയാണ് കേട്ടോ. ഇവിടെ അമ്മ തമര മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടാ. ഇപ്പുറത്തുനിന്ന് ഞാൻ മീൻ പൊരിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കേക്കുള്ള കറി അയില പൊരിച്ചത്, തമര വറവ്, പിന്നെ സാമ്പാർ. രാവിലെ സാമ്പാർ ഉണ്ടാക്കിനി മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ വീട്ടിലുണ്ടായ തമര കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും